യുവാക്കളെ സംരക്ഷിക്കാനും യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദിജി സർക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ മറക്കരുത്. കുട്ടികൾക്ക് ദേഷ്യം, അവരെ സങ്കടവും, അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഉള്ള അവകാശവും ഈ സർക്കാരും ഞങ്ങളെ പാർട്ടി സമ്മതിക്കുന്നു. അത് ആദ്യം മുതൽ പറഞ്ഞതാണ്. അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷെ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? അവരുടെ പേരിൽ ആ പ്രൊട്ടസ്റ്റിന്റെ മുതലെടുത്ത് ചില ഇൻട്രസ്റ്റ്, ചില ഫോഴ്സസ് അവിടെ ആ പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. വിഷയം നീറ്റല്ല, നീറ്റ് മാറ്റിവെച്ച് നരേന്ദ്രമോദിജി ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഡെമോക്രാറ്റിക് മാൻഡേറ്റിനെ അട്ടിമറിക്കാൻ ഒരു ശ്രമം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇഷ്യൂ ആണ്. അപ്പോൾ കുട്ടികളുടെ പേര്, യുവാക്കളുടെ ഈ ലെജിറ്റിമേറ്റ് ഇഷ്യൂവിൻ്റെ പേരിൽ അതിൻ്റെ മുതലെടുത്ത് ചില ഫോഴ്സസ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നു, വയലൻസ് അവിടെ കൊണ്ടുവരുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, കുട്ടികൾക്കൊരു 100% അവകാശമുണ്ട്. ഇത് ആര് ചെയ്തു, എങ്ങനെ നടന്നു, നീറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ചോദിക്കാൻ. അത് ചോദിക്കണം, അന്വേഷണം നടക്കണം. ആരാണെങ്കിലും ഗിൽറ്റി ആണെങ്കിൽ അവരെ ജയിലിൽ അയക്കണം. ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ അവിടെ ഒരു അപകടം നടക്കാൻ പാടില്ല.